അല്ലേലും നമ്മള് മലയാളികൾക്ക് ഇളനീരിനോട് പ്രത്യേക ഒരു ഇഷ്ടാണല്ലേ. അടുത്തുള്ള ഒരു ലാറ്റിൻ മാർക്കറ്റിൽ പോയപ്പോഴാണ് ആളവിടെ ഇരിക്കുന്നത് കണ്ടത്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. അപ്പൊ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. തേങ്ങയുടെ ബാല്യപാഠങ്ങൾ പഠിപ്പിച്ച വല്യമ്മാനെ ഓർത്ത് 2 കുലുക്കല്. ആ കുലുങ്ങുന്നില്ല. കുലുങ്ങുന്നില്ലെങ്കിൽ ഇളനീര് അല്ലെങ്കിൽ കരിക്ക്. കുലുങ്ങുന്നുണ്ടെങ്കിൽ അത് തേങ്ങയിലേക്ക് അപ്ഗ്രേഡ് ആയി എന്നാണ് അർത്ഥം. വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്ത ഈ മടാളാണ് ഇന്നത്തെ എൻ്റെ ആയുധം. പക്ഷേ ആളിത്തിരി പണക്കത്തിലാ. കുറേ കാലം നമ്മള് മൈൻഡ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ഇനിയിപ്പോ നമ്മുടെ കത്തി തന്നെ എടുക്കാം. ഈ കത്തിനോട് എനിക്ക് വല്ലാത്തൊരു പ്രണയമുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം കത്തി എടുക്കാഞ്ഞത്. അഥവാ അത് കേടുവന്നാലോ എന്ന് കരുതിയിട്ട് നമ്മുടെ കത്തി ഇതൊക്കെ എനിക്ക് എന്തെന്നുള്ള ഭാവത്തിലാ ആള്. ഇത് എന്ന് വന്നതാണ്, ഇത് വാടിയിട്ടുണ്ടാവോ എന്നൊക്കെ വെച്ച് വല്ലാണ്ട് പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് വാങ്ങിച്ചതാണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. വെള്ളമൊക്കെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. ഫ്ലഷ് അത്രമാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ജ്യൂസാക്കാം എന്നൊക്കെയാണ് വാങ്ങിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയില്ല. അത് പെട്ടെന്ന് തീർന്നു പോയി. കാരണം ആകെ ഒരെണ്ണമല്ലേ ഉള്ളൂ. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇനി ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എൻ്റെ ഈ ഹോൾ പ്രോസസ്സ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ പറമ്പിലിങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് വെട്ടി പൊളിച്ച് ആ തൊടിയിൽ തന്നെ ഇരുന്ന് ആ സ്പൂണൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. എന്തോ അതേപോലെ എനിക്ക് വല്ലാത്തൊരു ഫീല്. സോ ഇറ്റ് ഫെൽറ്റ് സോ സ്പെഷ്യൽ.